Welcome to Thasni's kitchen. ഹായ് everyone, വെൽക്കം ബാക്ക് അഗൈൻ. ഇന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി നോക്കാം. അപ്പോൾ ചായ തിളക്കുമ്പോഴേക്കും റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണിത്. അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ ബ്രെഡും അതുപോലെ തന്നെ എഗ്ഗും ആണ് യൂസ് ചെയ്യുന്നത്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഒരു ബൗളിലേക്ക് ഞാനിവിടെ എഗ്ഗ് പൊട്ടിച്ചൊഴിക്കുകയാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു 4 എഗ്ഗാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. എഗ്ഗും ബ്രെഡും ഒക്കെ നിങ്ങൾക്ക് എത്രയാണ് ക്വാണ്ടിറ്റി വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു എഗ്ഗിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 മുതൽ 1/2 ടീസ്പൂൺ വരെ കുരുമുളക് പൊടി. ഇത്രയും കാര്യങ്ങൾ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എരിവിന് വേണ്ടിയിട്ട് ഇവിടെ കുരുമുളകാണ് കൂടുതൽ ചേർക്കുന്നത്. അപ്പോൾ എരിവിനനുസരിച്ച് കുരുമുളക് പൊടിയൊക്കെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു ബീൻസ് വട്ടത്തിൽ അരിഞ്ഞത്, അതുപോലെ തന്നെ ഒരു പച്ചമുളക് അരിഞ്ഞത്, ഇത്രയും കാര്യങ്ങളാണ് എടുത്തിട്ടുള്ളത്. അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചോപ്പ് ചെയ്തിട്ടുള്ള ഒരു ചെറിയ ടൊമാറ്റോ, ചോപ്പ് ചെയ്തിട്ടുള്ള ഒരു വലിയ സവാള, ഇത്രയും കാര്യങ്ങൾ ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാനിപ്പോൾ ഇവിടെ ഒരു മൊസറല്ല ചീസ് എടുത്തിട്ടുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ മൊസറല്ല ചീസ് കൂടെ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇതില്ലെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഓപ്ഷണലാണ്. ഞാനുള്ളതുകൊണ്ട് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ചേർത്ത് തയ്യാറാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് കേട്ടോ, അത് കാരണം ചേർത്ത് കൊടുത്തിട്ടുള്ളതാണ്. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് കേട്ടോ, അതുകൊണ്ടാണ് ഇതൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. ഇല്ലെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, വെറും ആ ഒരു വെജിറ്റബിൾസും ആ എഗ്ഗും മാത്രം തന്നെ മതിയാവും. ഉണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ ചൂടായിട്ടുള്ള പാനിലേക്ക് ഒരു ചെറിയ പീസ് ബട്ടർ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഇതിനുശേഷം ഫ്ലെയിം നന്നായിട്ടൊന്ന് കുറച്ച് കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ള ഒരു എഗ്ഗിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അത് ഒഴിച്ചു കൊടുക്കാം. ഇനി നിങ്ങൾക്ക് ഇവിടെ വെജിറ്റബിൾസ് ഇഷ്ടമുള്ളത് ചേർത്ത് കൊടുക്കുക കേട്ടോ. ക്യാപ്സിക്കം വേണമെന്നുണ്ടെങ്കിൽ, ക്യാബേജ്, ക്യാരറ്റ്, ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിന് മുകളിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ബ്രെഡ് മുഴുവനായിട്ട് നിരത്തി വെക്കാം. അപ്പോൾ ബ്രെഡ് ഒന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങൾ ഡ്രൈ റോസ്റ്റ് ചെയ്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ക്രഞ്ചി ആയിട്ട് കിട്ടും. അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ അരിക് കട്ട് ചെയ്യണമെന്നൊന്നുമില്ല, ഇനി കട്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതൊരു 2 മിനിറ്റ് നമുക്ക് മൂടി വെക്കാം. ഇപ്പോൾ 2 മിനിറ്റ് മൂടി വെച്ച് അതിൻ്റെ അടിവശമൊക്കെ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് വേറൊരു പാൻ ഞാൻ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ വീണ്ടും കുറച്ച് മൊസറല്ല ചീസും അതുപോലെ തന്നെ നമ്മൾ സാൻഡ്വിച്ചിലേക്കൊക്കെ യൂസ് ചെയ്യുന്ന ചീസ് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി, ഓപ്ഷണലാണ്. അല്പം ടൊമാറ്റോ സോസും കൂടെ മുകളിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ആദ്യം ഒഴിച്ച ഒരു എഗ്ഗിൻ്റെ കൂട്ടില്ലേ, അതും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് അവിടെ ബാക്കി വെച്ചിട്ട് ഇതുപോലെ ഇതിന് മുകളിലേക്ക് ഒഴിച്ചു കൊടുത്താൽ ഒന്നും കൂടെ ടേസ്റ്റ് ആയിരിക്കും, നല്ലതായിട്ടൊന്ന് ബൈൻഡ് ചെയ്ത് കിട്ടുകയും ചെയ്യും കേട്ടോ. ഇനി നമുക്ക് ഇതിനൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. നേരത്തെ ചൂടാകാൻ വെച്ചിട്ടുള്ള ഒരു പാനിലേക്ക് ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി 2 മിനിറ്റ് ഇതിൽ കിടന്നിട്ട് കൂടെ ഒന്ന് കുക്കാവട്ടെ. അപ്പോൾ മൂടി വെക്കണമെന്നൊന്നുമില്ല കേട്ടോ, ഇങ്ങനെ തന്നെ കുക്കായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നല്ല ചൂടോടുകൂടി കഴിക്കാൻ ടേസ്റ്റാണ്, പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക് കൂടിയാണ്. അപ്പോൾ അതുപോലെ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്ത് സെർവ് ചെയ്യാവുന്നതാണ്. ടൊമാറ്റോ സോസും കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. ഇതുപോലുള്ള സിമ്പിൾ റെസിപ്പിയുമായിട്ട് ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്